സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം വെളുപ്പാങ്കാലത്ത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ വീട്ടിലേക്ക് ഒരു സൈന്യം എത്തുന്നു. ആ സൈന്യത്തിന്റെ പേരെന്താണ്? കേന്ദ്ര ഏജൻസികളുടെ സ്വകാര്യ സേന എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഇ ഡി അവിടെ എത്തിയിട്ട് അവർ അന്വേഷിക്കുന്നത് പിണറായി വിജയന്റെ വീട്ടിലേക്ക് CMRൽ നിന്നും അവർ ഈ കോഴ വാങ്ങിയിട്ടുള്ള പണം അത് പിണറായി വിജയന്റെയോ പിണറായി വിജയന്റെ മക്കളുടെയോ മരുമകന്റെയോ ഒക്കെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടോ എന്നും പിണറായി വിജയൻ ഇതിൽ എത്രത്തോളം ബന്ധമുണ്ടെന്നും ഒക്കെയുള്ള കാര്യങ്ങളായിരുന്നു. ഇതെന്തിന്റെ പേരിലാണ് ഈ ഒരു റെയ്ഡ് നടന്നതെന്നെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ED മോദി ആ ഒരു ഡീലിന്റെ ഫലമായിട്ട് ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യത അതില്ലാതെയാക്കുക എന്ന് പറയുന്ന ഉറച്ച ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇവർ ഈ വൃത്തികെട്ട നെറികെട്ട രാഷ്ട്രീയം കളിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, ഇലക്ഷന് ശേഷം പിണറായി വിജയനെതിരെ വലിയൊരു ക്യാമ്പയിൻ നമ്മുടെ സോഷ്യൽ മീഡിയയിലും മാധ്യമ പാപ്പരാസികളും എല്ലാം ഒരുമിച്ച് നടത്തുന്നുണ്ട്. അങ്ങനെ പിണറായി വിജയനെ എങ്ങനെയെങ്കിലും കൊടുക്കണമെന്നുള്ള വലിയ അതിയായ ആഗ്രഹത്തിന്റെ പേരിലാണ് എല്ലാം കൂടി കുന്തവും കുടച്ചക്രവും ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് പിണറായി വിജയന്റെ വീട്ടിലേക്ക് ചെന്നത്. എന്നാൽ അവിടെ ചെന്നതിന് ശേഷം അവർക്കൊന്നും കിട്ടുന്നില്ല. മണിക്കൂറുകൾ നീണ്ട ED റെയ്ഡിന് ശേഷം ഒന്നും കിട്ടാതെ അവർ തിരികെ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. വെറുതെ അങ്ങ് പോയാൽ പോരല്ലോ സാറന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് SFIയുടെയും DYFIയുടെയും ഇടതുപക്ഷത്തിന്റെയും പിള്ളേരെല്ലാം കൂടി അവന്മാരെ കയറി അങ്ങ് മേഞ്ഞു. അതായത് ED ഉദ്യോഗസ്ഥന്മാരുടെ മണ്ടയ്ക്ക് കയറി അങ്ങ് മേഞ്ഞിട്ടുണ്ട്. അവന്മാർ വന്ന വണ്ടി അടക്കം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇതുവരെയും ഇത്രയും ദിവസം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം ഒന്നും മിണ്ടാതെ ഒതുങ്ങിക്കൂടിയിരിക്കുകയായിരുന്നു ഇടതുപക്ഷം. അതായത് ഇലക്ഷനിൽ EVM തട്ടിപ്പാണെന്നൊക്കെ പലരും പറയുമ്പോഴും അതിനെപ്പറ്റി ഒന്നും പറയാതെ ഞങ്ങളുടെ തോൽവി ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയുള്ള ഇലക്ഷനിൽ ഇനിയുള്ള സമയങ്ങളിൽ ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ കയറി വരും, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്താണ് പറ്റിയെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ ഇനിയും ചെയ്തുകൊണ്ട് വീണ്ടും ശക്തിയോടുകൂടി തിരികെ വരുമെന്നൊക്കെയായിരുന്നു ഇടതുപക്ഷം പറഞ്ഞത്. ഇത്രയും ദിവസം മിണ്ടാതെ ഇരുന്ന സമയത്ത് ഈ ഇടതുപക്ഷം മിണ്ടായിരിക്കുന്ന സമയത്ത് വലതുപക്ഷവും BJP എല്ലാം വിചാരിച്ചത് പിണറായി വിജയൻ ഒതുങ്ങി, പിണറായിസം അവസാനിച്ചു, ഇനി പിണറായി തല പൊക്കില്ല, അവൻ്റെ തലയ്ക്ക് നോക്കി അടി കൊടുത്തിട്ടുണ്ട്, ഇനി ഒരിക്കലും പൊങ്ങി വരാൻ സാധിക്കാത്ത രീതിയിലേക്ക് ഞങ്ങൾ ആക്കിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നു എന്നറിഞ്ഞ അന്നു മുതൽ പിണറായി വിജയന്റെ പാർട്ടിയിലുള്ള ആളുകളെ കൊണ്ട് തന്നെ മാനസികമായിട്ട് തളർത്താൻ വേണ്ടിയിട്ട് പിണറായി വിരുദ്ധത കാരണമാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഇത്രയും സീറ്റ് ഇല്ലാതെയായി പോയത്, ഈ വൻ തോൽവി വന്നത് പിണറായി വിജയൻ കാരണമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം ഒരു മാധ്യമങ്ങളുടെ പ്രൊപ്പഗണ്ടയായിരുന്നു ഈ പറയുന്ന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്യാപ്സ്യൂൾ പോലെ ഇങ്ങനെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുക. അതൊക്കെ നല്ല രീതിയിൽ VD സതീശൻ അടക്കമുള്ള ആളുകളുടെ അവർ പറഞ്ഞു കൊടുത്തത് മാധ്യമങ്ങൾ നല്ല രീതിയിൽ ചെയ്തു. അതുകൊണ്ട് തന്നെയും ഒരു പരിധിയിൽ വരെ, അതായത് 100% നോക്കുകയാണെങ്കിൽ 20% വരെയും ആളുകൾക്കിടയിൽ ഒരു സ്പർദ്ധ ഉണ്ടാവാനായിട്ടും പിണറായി വിരുദ്ധത ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനായിട്ടുമൊക്കെ ഈ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വലതുപക്ഷത്തിന് സാധിച്ചു, അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് സാധിച്ചു. അങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് ഈ VD സതീശന്റെ പ്രധാനമന്ത്രി വീട്ടിൽ പോയി ഈ സ്വീകരിക്കുന്ന പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പോയിട്ട് ഒരു ആദരവ് ഏറ്റുവാങ്ങുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി മണിക്കൂറുകളോളം സംസാരിച്ചതിന് ശേഷമാണ് VD സതീശൻ പിന്നീട് കേരളത്തിലേക്ക് തിരികെ വരുന്നത്. ആ തിരികെ വന്നത് കുറച്ച് കഴിഞ്ഞ് പിണറായി വിജയൻ വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയും ഈ VD സതീശൻ വീട്ടിലെത്തി കുളിക്കുന്നതിന് മുൻപ് തന്നെ ED അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അതായത് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഈ പറയുന്ന എച്ചിൽ പറക്കുന്ന ഒരു ടീം പോലെ ED അങ്ങ് പണിയെടുപ്പിക്കുകയാണ്. മമ്മൂട്ടിയുടെ വിഷയത്തിൽ നമ്മൾ കണ്ട ED തന്നെയാണ് ഈ പിണറായി വിജയന്റെ വീട്ടിലേക്ക് കയറാനായിട്ട് നിൽക്കുന്നത്. ശരിക്കും പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, തെറ്റ് ചെയ്തിട്ടില്ലായിരിക്കാം, നമ്മൾ അതിനെ ഒന്നിനെ ന്യായീകരിക്കുന്നില്ല. എന്നാൽ പിണറായി വിജയൻ ഭരണത്തിലിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ED ഇവിടെ എത്തിയിട്ടില്ല? പിണറായി വിജയന്റെ ഭരണം കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് ED ഇവിടെ എത്തുന്നു? ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നിങ്ങൾ ഈ കുറെ മെഴുകുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് തരണം. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നു, പ്രധാനമന്ത്രി ഒന്നും ആയിരുന്നില്ല. EDക്ക് എന്താണ് പിണറായി വിജയനെ അത്ര പേടി? അന്നേ പിണറായി വിജയന്റെ വീട്ടിൽ ഈ പറയുന്ന CMRലിന്റെ ഈ നികുതി പണം ഇവർ പിരിച്ചെടുത്തു, അല്ലെങ്കിൽ അത് കോഴയായിട്ട് എടുത്തു എന്നൊക്കെ പറഞ്ഞ് കാശ് വെളുപ്പിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അന്നേ ഈ ആരോപണങ്ങൾ ഉണ്ടായതല്ലേ, ഇന്നൊന്നും ഉണ്ടായ ആരോപണങ്ങളല്ലല്ലോ. അന്ന് എന്തുകൊണ്ട് നിങ്ങൾ ആരും ഇതിനെതിരെ ഒന്നും സംസാരിക്കാനായിട്ട് ഒരു ചെറുവിരൽ പോലും വെക്കാനായിട്ട് നിന്നില്ല? അപ്പം നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി എന്താണ് ഇടതുപക്ഷത്തിനെതിരെ ഈ പറയുന്ന വലതുപക്ഷം ഉപയോഗിക്കുന്ന ആയുധമെന്നും എന്താണ് സംഘികളുടെ ആവശ്യമെന്നുള്ളത്. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന ഒരു കമന്റ് ഞാൻ കാണാനിടയുണ്ടായി. ആ കമന്റിൽ ഷാജി എന്ന് പറയുന്നൊരു മനുഷ്യനാണ് ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്, ഒരു അക്കൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആ കമന്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: 2022 രാഹുൽ ഗാന്ധിക്കെതിരെ ED നടപടി വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ നിശബ്ദരാക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണിതെന്നാണ്. ഇന്ന് സ്റ്റാലിനും കേജ്രിവാളും പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇപ്പോഴും മൗനത്തിലാണ്. മുൻ മുഖ്യമന്ത്രിക്കെതിരായ ED റെയ്ഡിനെ കുറിച്ച് ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ കേരളത്തിലെ
കേരളത്തിലെ നിലവിലെ മുഖ്യമന്ത്രിയും മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറി. കോൺഗ്രസ് നേതാക്കൾ ആഘോഷിക്കുന്നതും കണ്ടു. ഇതുതന്നെ കോൺഗ്രസ് BJP ഡീൽ വെളിവാക്കുന്നതാണ്. ഈ മൗനം ജനം മറക്കില്ല. അതായത് എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് അതിനെല്ലാം നേരിടുന്ന ഒരു മനുഷ്യനായിരുന്നു VD സതീശൻ. ആ VD സതീശൻ ചിരിയെല്ലാം വിട്ട് വളരെയധികം സീരിയസ് ആയി മാധ്യമങ്ങളുടെ മുൻപിൽ മാധ്യമങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യങ്ങൾക്കും മറുപടി കൊടുക്കാതെ അവിടെ നിന്ന് ഓടി തള്ളാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ഡീൽ എത്രത്തോളം ഫലവത്തായിട്ട്, അല്ലെങ്കിൽ ഈ ഡീൽ എത്രത്തോളം ഇതിൽ ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇതെല്ലാം VD സതീശൻ അടക്കമുള്ള ആളുകൾക്കെല്ലാം കിട്ടിയൊരു അടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല. ഈ ED റെയ്ഡ് എന്ന് പറയുമ്പോൾ ഇവർ പെട്ടെന്നാണ് ആ വീട്ടിലേക്ക് കയറി ചെല്ലുക. മുൻകൂട്ടി ഒരു അറിയിപ്പും കൊടുക്കാറില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നശിപ്പിക്കപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറവ് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം അവർ ചെന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് അറസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെതിരെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനും ഒക്കെ അവർക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെയും വളരെ സർപ്രൈസ് ആയിട്ടാണ് ഇവർ വീട്ടിലേക്ക് സന്ദർശിക്കുക. അങ്ങനെ മുഖ്യമന്ത്രിയുടെ വാടക വീടടക്കം, മുഖ്യമന്ത്രിയുടെ ധർമ്മടത്തെ വീടടക്കം, ഈ വീണ വിജയന്റെ വീടടക്കം എല്ലാ വീടുകളിലും, മരുമകന്റെ വീടുകളിൽ വരെ റെയ്ഡ് നടത്തി. എന്നാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ EDക്ക് പിന്നീട് എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട്ടിൽ വന്നിട്ട് ഇറങ്ങിപ്പോകുന്ന EDയും EDയുടെ കുറച്ച് ആളുകളുമൊക്കെയാണ്. ആ ED വന്നിരിക്കുന്ന വാഹനങ്ങളിൽ ഈ പിണറായി വിജയന്റെ സൈന്യം എന്ന് തന്നെ പറയണം. അതായത് ഇടതുപക്ഷത്തിന്റെ ചുണക്കുട്ടന്മാരും ഇടതുപക്ഷത്തിന്റെ പല നേതാക്കന്മാരും മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ആ വാഹനത്തിനെ അടിച്ച് തകർക്കുകയാണ്. ആ വാഹനം തകർത്തതിൽ എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനായിട്ടില്ല. കാരണം ഏതോ ഒരു പാവത്തിന്റെ ഒരു വാഹനമാണത്. ഒരിക്കലും അത് ED അവർ വന്നിരിക്കുന്ന അവരുടെ സ്വന്തം വാഹനമൊന്നുമല്ല. ഏതോ ഒരു വയറ്റിപ്പിഴപ്പിന് വേണ്ടിയിട്ടൊരു വാഹനം എടുത്ത് അത് ടാക്സി ആയിട്ട് ഓടിക്കുന്ന ഒരാളുടെ വാഹനമാണ്. അതെന്തായാലും അടിച്ച് തകർത്തു. പക്ഷേ ED വന്നിട്ട് കാണിച്ചിട്ട് പോയ തോന്നിവാസത്തിനുള്ള മറുപടി എന്നോണം തന്നെയാണ് ആ ജനങ്ങൾ, അല്ലെങ്കിൽ ആ നേതാക്കന്മാർ, അല്ലെങ്കിൽ ആ അണികൾ ഈ വാഹനം അടിച്ചു തകർക്കുന്നത്. ഇതിൽ പല ED ഉദ്യോഗസ്ഥന്മാർക്കും പരിക്ക് പറ്റിയെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ED ഉദ്യോഗസ്ഥർ വന്നത് തോക്കും കോപ്പും ഒക്കെ ആയിട്ടാണ്. എന്നാൽ ഒന്നുപോലും പുറത്തെടുക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ വാഹനത്തിനുള്ളിൽ വെച്ച് തകർത്ത് വാരിയിട്ടാണ് പിള്ളേർ വിട്ടത്. ശരിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ശരിക്കും ED VD മോഡി ആ ഒരു ഡീലില് EDയും ഞെട്ടി, VDയും ഞെട്ടി, മോഡിയും ഞെട്ടി. മോദിക്ക് ഇത്രയും നാൾ വിചാരിച്ചിട്ടും കേരളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും ഒരു ഇലക്ഷനൊക്കെ വരുമ്പോൾ മേരെ പേര് ദേശവാസിയോ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലേക്ക് ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളും. എടി സ്വാമിയെ സ്വർണ്ണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ഡയലോഗ് ആ ഒരു സൈഡിൽ കൂടി. ഇത് രണ്ടുമേ നടക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് മോദിയെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ മോദി കേരളത്തിലേക്ക് വരുന്നത് തന്നെ കള്ളപ്പണം വെളുപ്പിക്കാനാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പലരും പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടു. എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല, എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയില്ല. അല്ലാതെ കേരളത്തിലെ ജനങ്ങളെ സേവിക്കാനൊന്നും അല്ലല്ലോ അയാൾ വരുന്നത്. എന്തായാലും അങ്ങനെ ഒരു ഡീല്, ആ ഡീലിൽ വലിയ ഫലം കണ്ടില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. എന്തൊക്കെയോ വലുത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വീട്ടിലേക്ക് കയറി ചെന്ന അണ്ണന്മാർ തിരിച്ച് ചമ്മി നാറി മൂഞ്ചി കുത്തി ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരിക്കുന്ന ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ ഞാൻ പറയുകയുണ്ടായി. വർമ്മ സാറേ, നിന്റെ തന്തയല്ല പിണറായിയുടെ തന്ത എന്നുള്ളത്. അത് തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്. അത് വർമ്മ സാറെ മാറ്റി പല പേരും പറയണം, അത് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം. അതുകൊണ്ട് തന്നെയും ഇരട്ടച്ചങ്കൻ എന്ന് കേരളത്തിലെ ജനങ്ങൾ വിളിച്ചിട്ടുള്ള പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇരട്ടച്ചങ്കൻ തന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. VD സതീശൻ അടക്കമുള്ള കോൺഗ്രസിന്റെ ഈ നെറികെട്ട രാഷ്ട്രീയം അന്ന് 2022 കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഈ പറയുന്ന ED അന്വേഷണം വന്ന സമയത്ത് പിണറായി വിജയൻ പ്രതികരിച്ച രീതിയിൽ അങ്ങനെ പ്രതികരിക്കണമെന്നില്ല. അതിനുള്ള നട്ടലും തൻ്റെടോ ആണത്തവും ഒന്നും ഈ കോൺഗ്രസിനില്ല, നമുക്കറിയാം. എന്നാലും ഈ വന്നിരിക്കുന്ന EDക്കെതിരെ എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടാനായിട്ട് ഇവരെ കൊണ്ട് സാധിച്ചോ? ഒന്നും മിണ്ടിയിട്ടില്ല. ഇവർ പറഞ്ഞതെല്ലാം EDക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ED വരുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ED വന്ന് അന്വേഷണം നടത്തുന്നു, പിണറായി വിജയനെ ഇന്ന് പിടിച്ച് മൂക്കിൽ കയറ്റി വായിൽ കൂടി തുപ്പിക്കളയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും മെഴുകിയത്. അതിൽ സംഘികളായിട്ടുള്ള ഷോൺ ജോർജിന്റെ ഒരു മറുപടിയൊക്കെ നമ്മൾ കണ്ടു. പിണറായി വിജയൻ കള്ളപ്പണം മുക്കി രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയെന്നായിരുന്നു ഷോൺ ജോർജ് പറഞ്ഞത്. അതായത് സംഘിപുത്രനായിട്ടുള്ള ഷോൺ ഈ PC ജോർജിന്റെ മകനാണല്ലോ. അങ്ങ് പൂഞ്ഞാറ്റിലെ PC ജോർജിന്റെ മോനാണ് ഷോണ്. അച്ഛനും മോനും തോറ്റു. എല്ലാം സടയും കൊഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന രണ്ട് സിംഹങ്ങളൊന്നും പറയാൻ പറ്റില്ല, എലികൾ. എന്നിട്ട് മാളത്തിലിരുന്നുകൊണ്ട് ഇങ്ങനെ തുപ്പുകയാണ് പിണറായി വിജയനെ അങ്ങ് മലത്തി കളയാന്നുള്ളത്. എന്നിട്ട് എന്താടാ ഉണ്ടായത്? പിണറായി വിജയന്റെ രോമത്തിൽ തൊടാൻ നിനക്കൊക്കെ സാധിച്ചോ? നിന്റെ ED വന്ന് കയറിയിട്ട് പോയല്ലോ, പിണറായി വിജയന്റെ രോമത്തിൽ തൊട്ടോ? ഇല്ല. നീയൊക്കെ പോയതിന് ശേഷം, അല്ലെങ്കിൽ ED അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം തന്നെ പിണറായി വിജയൻ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്ന് മാപ്രകൾ മുക്രയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ ക്യാപ്റ്റൻ ആ വീടിന് പുറത്തേക്ക് വരുന്നുണ്ട്.
ആ വീടിന് പുറത്തേക്ക് വന്നിട്ട് അവിടെ നിൽക്കുന്ന അണികളുടെ മുൻപിലേക്ക് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന മാധ്യമങ്ങളുടെ മുൻപിലേക്ക് തൻ്റെ കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി ഉയർത്തിയിട്ട് അഭിവാദ്യം ചെയ്യുന്നുണ്ട് പിണറായി വിജയൻ. പിണറായി വിജയൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ കൈകൾ ശുദ്ധമാണ്, ഈ കൈകൾ കൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒരു വൃത്തികേടും ചെയ്തിട്ടില്ല, ഈ കൈകൾ ശുദ്ധമായതുകൊണ്ട് തന്നെയാണ് ഈ കൈകൾ ശുദ്ധമായതെന്ന് ഞാൻ പറയുന്നതെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. വി.ഡി. സതീശനെ പോലെ ഒരു കാപട്യമുള്ളവനെ പോലെ അല്ല ഞാൻ. ഈ കേരളത്തിലെ ജനങ്ങളുടെ ഒപ്പം എല്ലാ സമയത്തും എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ളൊരു മനുഷ്യൻ തന്നെയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾക്കറിയാം. ഇന്ന് വി.ഡി. സതീശൻ വാ തുറക്കുന്നത് കള്ളം പറയാനും ആഹാരം കഴിക്കാനും മാത്രമാണെന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ പിണറായി വിജയൻ വീടിന് പുറത്തേക്ക് വന്നിട്ട് അണികളെ അഭിവാദ്യം ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. വളരെയധികം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തൊരു വീഡിയോ തന്നെയാണ്. പിണറായിസം അവസാനിച്ചു, പിണറായി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിലേക്കാണ് ഈ ഒരു പിണറായി വിജയന്റെ ഒരു കടന്നുവരവ്. എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. ഇത് മാത്രം കണ്ടാൽ പോരല്ലോ മക്കളെ, പിണറായി വിജയൻ കൊടുക്കുന്ന മറുപടിയൂടെ കാണണ്ടേ. അതായത് എന്നെ അങ്ങ് മറിച്ച് കളയാന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം എക്കാലത്തും ചെയ്തിട്ടുള്ള ആളുകൾ ഇനിയും അങ്ങനെ തന്നെ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ സഖാവ് പറയുന്നൊരു മറുപടി കൂടിയുണ്ട്. അവിടെ കണ്ടുപോക്കാം. തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്ത പാർട്ടിക്കാർക്ക് നേരെ ഇഡിയുടെ കടന്നുകയറ്റം നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായിട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ഇവിടെ പ്രകടമായി നമ്മുടെ നാടിന്റെ വികാരവും പാർട്ടി സഖാക്കളുടെ വികാരവും എല്ലാ കാലത്തും പാർട്ടിയുടെ അകമഴിഞ്ഞ പിന്തുണയാണ് പാർട്ടി ശത്രുക്കൾ ഒത്തിവലിക്കാനൊരുങ്ങിയ എല്ലാ ഘട്ടത്തിലും ലഭ്യമായിട്ടുള്ളത്. ആ പിന്തുണക്ക് ഒരു കുറവും ഒരു ചാഞ്ചല്യവും ഇല്ല എന്നതാണ് ഇന്ന് സഖാക്കൾ വീണ്ടും വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഏതിനെയും നമുക്ക് നേരിടാൻ ഇതാണ് നമ്മുടെ കരുത്ത്. ഒന്നിച്ച് നമുക്കിറങ്ങാം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും നന്നാവുക. ഞാൻ ഇപ്പൊ ഇവിടെ നിർത്തുക. ഓക്കെ. പിണറായി ചിരിക്കില്ല, പിണറായി കർക്കശ സ്വഭാവമുള്ളവരാണ്, ധാർഷ്ട്യ സ്വഭാവമുള്ളവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകിയ മക്കൾ ഇതൊക്കെ ഒന്ന് കാണണം. ചിരിച്ചുകൊണ്ട് തന്നെ പിണറായി വിജയൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇതിനൊക്കെയുള്ള മറുപടി, എല്ലാത്തിനുമുള്ള മറുപടി ഞാൻ തരുന്നുണ്ട്, പക്ഷെ ഇപ്പോഴല്ല, പിന്നീടാണ്, സമയമാവട്ടെ എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അതായത് വി.ഡി. സതീശന്റെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഈ പറയുന്ന ഇ.ഡി. കേരളത്തിലേക്ക് ഓടിപ്പിടിച്ചു വന്നു, എങ്ങനെ പിണറായി വിജയന്റെ വീടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി, എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെയും അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെയും വീടുകളിലേക്ക് അന്വേഷണം പോയിട്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇരട്ടത്താപ്പ് എന്താണെന്നുള്ളത്. ഭരിക്കുന്ന പാർട്ടിയുടെ വീട്ടിൽ കയറാനോ അല്ലെങ്കിൽ അവരുടെ ആ പറയുന്ന ഓഫീസിൽ കയറാനോ ഒക്കെ പേടിയാണോ ഈ ഇ.ഡി. എന്ന് പറയുന്ന ആളുകൾക്ക്? കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നൊരു പാർട്ടി അല്ലെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നൊരു പാർട്ടി സംഘികളുടെ ചാണകം മെഴുകലിനെയും കാവികളസവൽക്കരണത്തിനെയും ഒരു പരിധിയിലധികം പോലും അല്ലെങ്കിൽ ഒരു പരിധി പോലും ഒരു മീറ്റർ അകലത്തിൽ പോലും കേരളത്തിൽ നിർത്താനായിട്ട് ശ്രമിക്കാത്ത ആളുകളാണ്. അങ്ങനെയുള്ളപ്പോൾ നല്ല രീതിയിൽ വേവ് ഉണ്ടാവും ഇടതുപക്ഷ പാർട്ടിയോട് ഈ സംഘികൾക്ക്, അത് നമുക്ക് മനസ്സിലാവും.
കോൺഗ്രസിന് ഇത്രയധികം വേവ് ഉണ്ടാവാനായിട്ട് എന്തൊക്കെ അജണ്ടയിലാണോ ഒപ്പിട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ നമുക്കറിയില്ല. എന്തായാലും പിണറായി വിജയൻ മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടു എന്ന് പറഞ്ഞൊരു കാര്യം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞപ്പോഴും പലരും കളിയാക്കി പറഞ്ഞപ്പോഴും അത് ശുദ്ധമാണെന്ന് വീണ്ടും അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ഇതിലൊന്നും മെഴുകാനില്ലാതെ കുറേ എണ്ണം കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയൊക്കെ കരഞ്ഞാലും നിൻ്റെയൊക്കെ കരച്ചിൽ ഇവിടെയുള്ള ആരും കാണാൻ പോകുന്നില്ല. കേരളത്തിലെ കുറച്ച് മണ്ടന്മാരായിട്ടുള്ള ജനങ്ങൾ കാണും. ആ മണ്ടന്മാരായിട്ടുള്ള ജനങ്ങൾ എന്തൊക്കെ വന്നാലും പിണറായി വിജയനെ കുറ്റം പറയും. പക്ഷേ അയാൾ ജീവിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു, പാർട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു. ആ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്തു കൊടുത്തിട്ട് നല്ല നേതാവ് തന്നെയായിരുന്നു പിണറായി വിജയൻ. നീയൊക്കെ എന്തൊക്കെ ചെയ്താലും അയാളുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയ കഥകളുമായി പുതിയ കളികളുമായിട്ടൊക്കെ അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ.